ഇദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പാട്ടെടുത്താൻ വേണ്ടി ജോൺസേട്ടൻ വന്ന് ഒരു ട്യൂൺ തന്നു രാത്രി. അപ്പോൾ കമൽ സാർ പറഞ്ഞു, കാരണം എനിക്ക് ജീവിതത്തിൽ പാട്ടെടുത്തിൽ 2 മോഹങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഭരതേട്ടൻ്റെ പടത്തിലൊരു പാട്ടെടുത്തണം, ഒന്ന് കമൽ സാറിൻ്റെ. ഒന്നെനിക്ക് പറ്റൂല്ലേ. രണ്ടാമത്തെ മോഹം ഞാൻ അടക്കി പിടിച്ചിട്ട് എന്നെ ഇയാൾ വിളിക്കാത്ത എന്താണെന്നൊരു ഗ്രഡ്ജിൻ്റെ പുറത്താണ് ഞാൻ പാട്ടെഴുതാൻ പോകുന്നത്. അതെ, എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും ഞാൻ 5 മിനിറ്റ് കൊണ്ട് എഴുതുന്നുള്ളൊരു ഷാഠ്യം. ഉണ്ണിയേട്ടൻ്റെ കഥകളൊക്കെ മലയാളത്തിൽ എഴുതപ്പെട്ട കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ പരിഭാഷകളും, മധുരാപുരി ഓർമ്മയില്ലേ പരിഭാഷ, കണ്ണടച്ച് പറയും ഞാൻ. അപ്പോൾ എനിക്ക് ആകെപ്പാടൊരു കുറുമ്പൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉറുമ്പരിച്ച് നടക്കുമ്പോൾ അരച്ചെടുക്കുന്നത്. ഈ മനുഷ്യൻ ഇത്രയും ഞാൻ പാട്ടെഴുതി. എൻ്റെ 88ാമത്തെ പടത്തിലാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. ഞാൻ അപ്പോൾ 340 സിനിമയ്ക്ക് പാട്ടെഴുതി, 5 സ്ക്രിപ്റ്റും അത് വേറെ. എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ ചാൻസ് ചോദിക്കില്ല, ഞാൻ തീരുമാനിക്കുകയും ചെയ്യും. ഒരു ദിവസം എന്നെ ഒരു മാനേജർ വിളിക്കണം, കമൽ സാറിൻ്റെ പടത്തിൽ പാടുക. ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ. അവനോട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞില്ല, ടൈം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി ജാട അപ്പോൾ വേണമല്ലോ, അല്ലാണ്ട് വെറുതെ പൊട്ടറായിപ്പോലെ നമ്മൾ ഇരിക്കല്ലേ ജാട. ഞാൻ ഒരുങ്ങി എഴുത്തച്ഛൻ്റെ പുസ്തകം എടുത്തുവെച്ച് പഠിച്ചു. മറ്റന്നാളാണ് റെക്കോർഡിങ്. കുമാരസംഭവം എടുത്തു വായിച്ചു. സിതാക്ഷണം ഭഷ്മസുതാടിധാധര പയോധര ഉത്സേധ നിപാത ചൂർണിതാന്ന്. ഏത് സിനിമയ്ക്ക് പാട്ടെടുത്താൻ കോടമ്പക്കത്തേക്ക് പോകുമ്പോഴേ കാരണം ഇയാൾ എന്താ എനിക്ക് തരിക എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഇത് വേറൊരു ഗുണ്ടാണ് പൊട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ എന്താവുന്നുള്ളത് എനിക്കൊരു ഭയം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജാഗ്രത ആവുള്ളൂ. അതെ. രാത്രി ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈനീസ് കഥ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് മൊഴിമാറ്റം ചെയ്യപ്പെടേണ്ടിയിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്ക് എന്നെ എൻ്റെ മുറിയിലാക്കി വാതിലടച്ച് കുറ്റിയിട്ട് താക്കോൽ ഇദ്ദേഹത്തിൻ്റെയാണ് കയ്യിലാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്ക് എഴുതിക്കൊള്ളണം. ഞാനിത് ഈരാളി എന്ന നമ്മുടെ പ്രൊഡ്യൂസർ, പറന്നുപോയി നീ അകലെ എന്നൊക്കെ, അന്തിവല്ലെ പൊന്ന്, ഞങ്ങൾ അയാളെ വിളിച്ചിട്ട് താക്കോല് വാങ്ങിയിട്ട് തുറന്നിട്ട് ചൈനീസ് കഥ പരിഭാഷപ്പെടുത്തി. 5:30-ക്ക് 6 മണിക്ക് ഇദ്ദേഹം വരും. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് 6 മണിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ എഴുതിയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ബാത്റൂമിലാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുന്നു. അവിടെ നിന്ന് ഒറ്റ എഴുത്താണ്, കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ.